ട്രാൻസ്പോർട്ടിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാറിന്റെ അവിഹിതം സ്വന്തം ഭാര്യ കൈയോട് പൊക്കിയതാണല്ലോ ഇപ്പൊ ചാനലുകളുടെ എല്ലാം പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. എനിക്ക് ഈ വാർത്തകളും ചർച്ചകളും ഒക്കെ കണ്ട സമയത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഗണേഷ് കുമാർ അല്ലേ, ഇയാൾ ആദ്യമായിട്ടൊന്നുമല്ല പെണ്ണ് കേസിലും അവിഹിതത്തിലും ഒക്കെ പൊക്കുന്നത്. ഇയാളൊരു പെണ്ണുപിടിയനാണ് എന്നുള്ള കാര്യം ഇവിടെ അങ്ങാടി പാട്ടാണ്. പിന്നെ ഗണേഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടാമത്തെ ഭാര്യയാണ് പുള്ളിക്കാരൻ അവിഹിതത്തിന് പൊക്കുന്നത് അല്ലേ. എന്തോ ബിന്ദു മേനോൻ എന്നെങ്കാരുമാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യന്റെ പേര്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരന്റെ മുൻ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചനും പുള്ളിക്കാരനെ പലവട്ടം അവിഹിതത്തിന് പൊക്കിയതാണ്. അത് കാരണം ഉണ്ടായ കോലാഹലങ്ങളൊന്നും ആരും മറന്നു കാണില്ലല്ലോ അല്ലെ. യാമിനി തങ്കച്ചൻ ഗണേഷ് കുമാറിന്റെ അവിഹിതം പൊക്കുന്നു. അങ്ങനെ അവിഹിതം പൊക്കിയത് കാരണം ഗണേഷ് കുമാർ ഈ പറഞ്ഞ യാമിനി തങ്കച്ചനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അങ്ങനെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ആയപ്പോ ഈ പറഞ്ഞ യാമിനി തങ്കച്ചൻ എന്താക്കുന്നു, ഒരു പത്രസമ്മേളനം വിളിച്ച് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു. എന്നിട്ട് ഡിവേഴ്സും വാങ്ങി പുള്ളിക്കാരന്റെ പാട്ട് നോക്കിപ്പോയി. അന്ന് കുറച്ചു കാലം ഗണേഷ് കുമാർ എയറിലായിരുന്നു അല്ലെ. പക്ഷെ അതിനുശേഷം എല്ലാവരും അതെല്ലാം മറന്നു. ഗണേഷ് കുമാറിനാണെങ്കിലോ പുതിയ ഭാര്യയും കിട്ടി. ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ് പുതിയൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് പുള്ളിക്കാരന്റെ പഴയ പരിപാടികൾ അങ്ങ് തുടർന്നു പോകുന്നു. ഏത് അവിഹിത പരിപാടി തന്നെ. എന്തായാലും പുള്ളിക്കാരന്റെ അവിഹിത പരിപാടികൾ ഒരു പരിധിക്കപ്പുറമായപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഇപ്പൊ അതാ രണ്ടാം ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോനും പണ്ട് യാമിനി തങ്കച്ച വന്ന പോലെ തന്നെ ഭർത്താവായ ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പുള്ളിക്കാരന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യമായി അതിൽ പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഗണേഷ് കുമാറിന്റെ അവിഹിതം വീട്ടിൽ വെച്ച് പുള്ളിക്കാർ പൊക്കിയ സമയത്ത് ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ നേരത്തെ തിരുവനന്തപുരത്തെ കൗൺസിലർ ആയിട്ടുള്ള ശ്രീലേഖ IPS അങ്ങ് ബന്ധപ്പെട്ട് എന്നിട്ട് കാര്യം അങ്ങ് അവതരിപ്പിച്ച്. ഈ സമയത്ത് ശ്രീലേഖ IPS ബന്ധപ്പെടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇവരുടെ ഫാമിലി ഫ്രണ്ട് എന്തോ മറ്റുമാണ് ഈ പറയുന്ന ശ്രീലേഖ IPS. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലേഖ IPS ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. എന്തായാലും ശ്രീലേഖ IPS കോൺടാക്ട് ചെയ്ത് ഭർത്താവിന്റെ അവിഹിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീലേഖ IPS ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണ്, 112 എന്ന് പറയുന്ന വുമൺ സെല്ലിലേക്ക് വിളിച്ച് പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ശ്രീലേഖ IPS പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദു മേനോൻ എന്താക്കുന്നു, വുമൺ സെല്ലിൽ പരാതി നൽകുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു ബൈറ്റ് കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും പുള്ളിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. വളരെ ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളിലായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഒരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. ശരി. അപ്പൊ ആദ്യമായിട്ടല്ലേ ഈ പറഞ്ഞ ബിന്ദു മേനോന് ഗണേഷ് കുമാറിന്റെ അവിഹിതം പൊക്കുന്നത് അല്ലേ. 2019 ഒരു അവിഹിതം പൊക്കിയതാണ്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ പറഞ്ഞവരുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ശ്രീലേഖ IPS ഇടപെട്ട് അത് പരിഹരിക്കുകയും ഒക്കെ ചെയ്തതാണ് അല്ലെ. അതിനുശേഷം അവർ വീണ്ടും ഇവരുടെ ദാമ്പത്യ ജീവിതം തുടർന്ന് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ ഇത് 7 വർഷത്തിന് ശേഷം വീണ്ടും തന്റെ ഭർത്താവിനെതിരെ അവിഹിത ആരോപണവുമായി ബിന്ദു മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇത്രയൊക്കെ അയച്ചതിക്ക് ഇനിയും ഒരു കോംപ്രമൈസ് ഷോക്കിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് എനിക്കിവിടെ ബിന്ദു മേനോനോട് പറയാനുള്ളത്. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ശങ്കരൻ എന്നും തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ് മൂപ്പര അവസ്ഥ. ആദ്യത്തെ ഭാര്യ അവിഹിതം കാരണം ഇറങ്ങിപ്പോയി. ഇതേ കാരണം കൊണ്ട് തന്നെ ഒരു തവണ രണ്ടാമത്തെ ഭാര്യ ഇദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. വീണ്ടും ഇദ്ദേഹം ഇതേ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങേർക്ക് അവിഹിതം ഇല്ലാണ്ട് പറ്റൂല. അത് പിന്നെ അവിഹിതത്തിന്റെ രീതി അങ്ങനെയാണ്. എത്ര നല്ല ഭാര്യയെ കിട്ടിയാലും എത്ര സംതൃപ്തി നൽകുന്ന ഭാര്യയെ കിട്ടിയാലും ഈ അവിഹിതത്തിന്റെ രുചി അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ഭാര്യയിൽ അങ്ങോട്ട് തൃപ്തി വരില്ല. അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ ആരാന്റെ ഭാര്യനെ ഇങ്ങനെ തോണ്ടി നോക്കണം, പിടിച്ചു നോക്കണം, എന്നാൽ അവർക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. ഗണേഷ് കുമാറൊക്കെ ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു മാനസിക വൈകല്യം എന്നൊക്കെ വിളിക്കാം. പ്രത്യേകിച്ച് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളോട് ആകെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ആരും വിവാഹം കഴിക്കാൻ തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനല്ലേ. എന്തായാലും ബാക്കിയൂടെ ഉണ്ടോക്കാം. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല. അപ്പൊ
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പ് വശം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ തന്റെ അവിഹിത ബന്ധങ്ങൾക്ക് ഭാര്യ ഒരു വിലങ്ങത്തടിയായി മാറുമെന്ന് കണ്ടപ്പോൾ ഗണേഷ് കുമാർ ചെയ്ത പരിപാടി എന്താണ്? ഭാര്യയുടെ ഫോൺ അങ്ങ് ട്രാക്ക് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. അത് വെച്ച് ഭാര്യ ഡെയിലി ആരൊക്കെ വിളിക്കുന്നു, ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൂപ്പര ആക്സസ് ചെയ്യാൻ തുടങ്ങി. ഭാര്യ ഏതെങ്കിലും ഒരു ആണിനെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ വെച്ച് അവിഹിതങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അതോടെ ബിന്ദുമേനോനെ സംബന്ധിച്ചിടത്തോളം ആരെയും വിളിക്കാനോ ആരോടും ഒന്നും പറയാനോ പറ്റാത്ത അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. മൊത്തത്തിൽ അങ്ങ് ലോക്കായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എന്നിട്ടും ഇവർ സ്വന്തം ഭർത്താവ് അവിഹിതം കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ച് താക്കീത് ചെയ്യാനും അവിഹിതത്തിൽ നിന്നും പിന്മാറാനും ഒക്കെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഭാര്യയല്ലേ, അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ. ഇങ്ങനെയൊക്കെ ഗണേഷ് കുമാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളെ സൈക്കോ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. കാരണം അമ്മാതിരി ഓരോന്നല്ല ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും കൊള്ളാം, ഇപ്പോഴെങ്കിലും ഇയാളുടെ പിടിയിൽ നിന്നും ബിന്ദുമേനോ രക്ഷപ്പെട്ടല്ലോ. അത് വിചാരിച്ച് തൽക്കാലം ആശ്വസിക്കാം അല്ലേ? എന്തായാലും ബാക്കിയുടെ ഇട്ടുവെക്കാം. സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി എന്നിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തൻ കയറ്റി. ശാന്തൻ കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. എന്താണ് കേട്ടിട്ട് ഒരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ട് അല്ലെ? പെട്ടെന്നൊരു ദിവസം മുന്നറിയിപ്പ് നൽകാതെ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വെച്ച് ബെഡ്റൂമിൽ വെച്ച് ഭർത്താവിന്റെ അവിഹിതം പൊക്കുന്നു. അങ്ങനെ അവിഹിതം പൊക്കിയ സാഹചര്യത്തിൽ ഭർത്താവിന്റെയും കാമുകിയുടെയും ഫോട്ടോ എടുക്കാൻ ഭാര്യ ശ്രമിക്കുന്നു. അതിനിടയിൽ ഭർത്താവിന്റെ സ്റ്റാഫ് ഭാര്യയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടെ ഭാര്യ എന്താക്കുന്നു, വുമൺ സെല്ലിൽ വിളിച്ച് പരാതി നൽകുന്നു. അതോടെ പെട്ടെന്ന് മനസ്സിലാക്കിയ ഭർത്താവും കാമുകിയും എന്താക്കുന്നു, ഓടി ഒളിക്കുന്നു. ആഹാ, എന്ത് നല്ല സ്റ്റോറി അല്ലെ? എന്തായാലും ശ്രീലേഖ IPS ഉണ്ടായതുകൊണ്ട് ബിന്ദുമേനോന് കാര്യങ്ങൾ വിളിച്ചു പറയാനും സഹായം തേടാനും ഒരാളായി. അവരില്ലായിരുന്നെങ്കിൽ ബിന്ദുമേനോൻ പെട്ടുപോയേനെ. ഇതിപ്പോ എത്രാമത്തെ വട്ടമാണ് അല്ലേ ഈ പറഞ്ഞ ശ്രീലേഖ IPS ഇവരെയൊക്കെ സഹായിക്കുന്നത്? ഫാമിലി ഫ്രണ്ട് ആയി പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീലേഖ IPS മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാൻ എന്താന്നുള്ളത് കേട്ടോക്കാം. ശ്രീലേഖ IPS നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അറിയാമല്ലോ. ഗണേഷ് കുമാർ പറഞ്ഞത് ആരാണ് ശ്രീലേഖ, അവർക്ക് മേയർ ആവാത്തതിന്റെ പ്രശ്നം തീർന്നു എന്നൊക്കെയാണ്. പക്ഷെ ബിന്ദു മേനോൻ പറഞ്ഞത് എന്റെ ബന്ധുവായ ശ്രീലേഖയെ വിളിച്ചിട്ടാണ് പോലീസ് സഹായം തേടിയത്. ബിന്ദു താങ്കളെ വിളിച്ചിരുന്നു തോന്നുന്നു അല്ലെ അന്ന്? അതെ, ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30-2 ബിന്ദു എന്നെ വിളിച്ചിരുന്നു. ഡിസ്ട്രസ്ഡ് ആയിരുന്നു ആള്. അപ്പൊ ഞാൻ ബിന്ദു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അറ്റാക്ക് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം എന്നും പറഞ്ഞു. അത് ഞാൻ ഇവിടെ വിവരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ബിന്ദു എന്നോട് എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 112 വിളിക്കൂ. 112 വിളിച്ചിട്ട് പോലീസിനോട് വരുമ്പോ അവര് പോലീസ് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ പോലീസ് വന്നിട്ടും സംസാരിച്ചിരുന്നു. പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ബിന്ദുവിന്റെ കാര്യമാണല്ലോ. അപ്പൊ ഷീ വിൽ ഹാവ് ടു റിവീൽ ഇറ്റ്. പക്ഷെ ഒരു ജസ്റ്റിസ് അവിടെ കിട്ടാത്തൊരു പ്രശ്നം ആസ് എ IPS ഓഫീസർ ആയിരുന്ന ആളെന്ന നിലയ്ക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പോലീസിന്റെ ഭാഗത്തുനിന്നും അവിടെ ഒരു അങ്ങനെയുണ്ടോ? അത് പോലീസ് ഇത് സെൻസിറ്റീവ് ആണല്ലോ, ഇഷ്യൂ സെൻസിറ്റീവ് ആയതുകൊണ്ട്. ബിക്കോസ് സമയവും അതല്ലേ, ഇലക്ഷനൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് പോലീസിനെ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നിരിക്കും സീനിയർ ലെവലില്. പക്ഷെ ഒരു സ്ത്രീയാണ് ആവശ്യപ്പെടുന്നത്, എന്നിട്ടും ആ ഒരു
Actually, Kamlesh, I'm sorry, I don't want to comment further about it. ഓക്കെ, ശ്രീലേഖ IPS നൈസായിട്ട് ഒഴിഞ്ഞു മാറി അല്ലേ? മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യാനോ കത്തിക്കാനോ പുള്ളിക്കാരി നിന്നില്ല. എന്തായാലും പുള്ളിക്കാരന്റെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇപ്പൊ ശ്രീലേഖ IPSനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരെ അറിയാലോ, ഇപ്പൊ നിലവിലെ തിരുവനന്തപുരത്തെ കൗൺസിലറാണ്, BJP സാരഥിയും കൂടിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്, LDF ആണ്, തെരഞ്ഞെടുപ്പാണ് വരുന്നത്. എല്ലാം കൊണ്ടും ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ശ്രീലേഖ IPSനെതിരെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ പുള്ളിക്കാരെ അതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ്. ഐ ഡോണ്ട് നീഡ് ഫർദർ കമന്റ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ കോൺവെർസേഷൻ അവസാനിപ്പിച്ച്. ഒരു പക്ഷേ തന്റെ ഫാമിലി സുഹൃത്തായിട്ടുള്ള ബിന്ദു മേനോൻ ആലോചിച്ചിട്ടായിരിക്കും പുള്ളിക്കാരി ഇത് കത്തിക്കാതിരുന്നത്. ഇല്ലെങ്കിലും ഉറപ്പായിട്ടും പുള്ളിക്കാരി ഇത് മീഡിയയിലിട്ട് കത്തിച്ചേനെ. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ ഗണേഷ് കുമാർ തന്നെ ഇതിനെല്ലാം മറുപടി ആയി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആവുന്ന കണ്ടുനോക്കാം. മുട്ടൻ കോമഡിയാണ് മക്കളെ, കണ്ടുനോക്കാം. ആരായി ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവർ BJP കാരിയാണ്, അവർ BJP കാരിയാണ്, ഞാൻ LDF കാരനാണ്, കേരള കോൺഗ്രസ്. ആർക്കും വിളിച്ചൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. അങ്ങനെ വട്ടുമൂത്തല്ല മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കളുടെ ഭാര്യ 112ലേക്ക് വിളിച്ചത്. താങ്കളുടെ അവിഹിതം പൊക്കിയതിന് പിന്നാലെ അത് പറയാൻ വേണ്ടിയിട്ടാണ് 112ലേക്ക് വിളിച്ചത്. പിന്നെ വട്ടുമൂത്ത് വിളിക്കാനും മെന്റൽ ഹോസ്പിറ്റലിലെ നമ്പർ ഒന്നുമല്ല 112 എന്ന് പറഞ്ഞത്, വുമൺ സെല്ലിന്റെ നമ്പറാണ്. ചുമ്മാ അതിൽ വിളിച്ചാലൊന്നും അവർ പരാതി സ്വീകരിക്കൊന്നുമില്ല. വ്യക്തമായ കാരണം ബോധിപ്പിച്ചാൽ മാത്രമേ അവരെ നടപടി സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ താങ്കൾക്കെതിരെ നടപടി സ്വീകരിച്ചതും താങ്കളുടെ ഭാര്യ അവരെ സഹായിച്ചതും. എന്തായാലും പെട്ടു എന്ന് കണ്ടപ്പോൾ ആശാൻ ഉരുണ്ടുകളി കൊള്ളാം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒരാൾ പോലും ഇടപെടേണ്ട. ഞാൻ നല്ലൊരു പൊതുപ്രവർത്തകനാണോ സാമൂഹ്യ പ്രവർത്തകനാണോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. അധികമൊന്നും പോകാനില്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വേദിയിൽ വെച്ചിട്ട്. നമുക്ക് എന്തായാലും ആ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം. ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാൾ എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പറയൂ, ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം. ഏതാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന് അവിഹിതത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രസംഗമാണ് നമ്മളിപ്പോ കേട്ടത്. ഉളുപ്പുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകുമെന്ന് അന്ന് ഘോരഘോരം പ്രസംഗിച്ച ആളാണ്. ഇപ്പൊ സ്വന്തം കാര്യത്തിൽ അവിഹിത ആരോപണം വന്നപ്പോൾ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാനൊരു നല്ലൊരു പൊതുപ്രവർത്തകനാണോ രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് മാത്രം നോക്കിയാൽ പോരെന്ന് തട്ടിവിടുന്നത്. എന്തായാലും ഗണേശണ്ണൻ ഒരു നിലപാട് സിംഹം തന്നെ. ആരാന്റെ കാര്യത്തിൽ അവിഹിതം വരുന്ന സമയത്ത് ആഹാ, സ്വന്തം കാര്യത്തിൽ അവിഹിതം വരുമ്പോഴോ ഓഹോ, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ബാക്കി കേട്ടോക്കെ എന്തായാലും ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ എന്തായാലും ജനങ്ങൾ ചിന്തിക്കുമെന്ന് ഗണേശാണ് വ്യാമോഹിക്കേണ്ട. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ആയപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങി എന്നായിരിക്കില്ല ജനങ്ങൾ ചിന്തിക്കുക. മറിച്ച് ഇയാൾക്ക് ഇപ്പോൾ ഒരു മാറ്റമില്ലല്ലോ എന്നായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. പിന്നെ ഉള്ളത് പറയല്ലോ ഗണേശണ്ണ, നിങ്ങളെ കുറിച്ച് ഇതുവരെ ആർക്കും നല്ല അഭിപ്രായം ഒന്നും ഇല്ലേനു. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ മന്ത്രി ആയതിന് പിന്നാലെ നിങ്ങൾ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു, KSRTC ഒക്കെ ലാഭത്തിലാക്കി, ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇതൊന്നും ആരും കാണാത്ത രീതിയിൽ കണ്ണടിച്ച് അഭിനയിക്കുന്നു മാത്രം. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല. എന്തായാലും അണ്ണ ബാക്കി പറഞ്ഞാട്ടെ. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. അങ്ങനെ കുറെ പാവങ്ങൾ പിന്താങ്ങാനുള്ളത് കൊണ്ടാണ് ഗണേശണ്ണ നിങ്ങളൊക്കെ എങ്ങനെ നെളിഞ്ഞിരിച്ച് നടക്കുന്നത്. നിങ്ങൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും പിന്താങ്ങാൻ ഇവരൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണത് അതല്ല, ഈ പെണ്ണ് കേസിൽ പൊക്കുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പെണ്ണുങ്ങൾ തന്നെയാണല്ലോ. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് വന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ പിന്താങ്ങിയത് പെണ്ണുങ്ങളാണ്. ഇപ്പൊ അത് ഗണേഷ് കുമാറിന്റെ കേസിൽ വന്നപ്പോഴും ഗണേഷ് കുമാറിനെ പിന്താങ്ങാൻ ഒരു കൂട്ടം പെണ്ണുങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ഈ പെണ്ണുങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ അല്ലേ പെണ്ണിന് ശത്രു പെണ്ണു എന്ന് ആൾക്കാർ പറയുന്നത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും വൻ ഭൂരിപക്ഷത്തേക്ക് ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം അങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഓരോ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ പാവപ്പെട്ട എന്നെ മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ?
അതിന്റെ ഇടയിൽ കൂടെ ആശം സ്വയം പോക്കുന്ന ഇഷ്ടമാണ്. പാവപ്പെട്ട എന്നെ എന്നൊക്കെ, പാവപ്പെട്ട എന്നെ എന്നല്ല നിങ്ങൾ പറയേണ്ടത്, പെണ്ണുപിടിയനായ എന്നെ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ആ വിശേഷണമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്നത്. അല്ലാണ്ട് പാവപ്പെട്ട എന്നെ എന്നൊക്കെ സ്വയം പറഞ്ഞു കളഞ്ഞ് ആ വാക്കിന് പവിത്രത കളയല്ലേ ഗണേശണ്ണ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പൊ ഗണേശനെതിരെ ഭാര്യ ഇത്തരത്തിലുള്ള ആരോപണവുമായി വന്നെന്ന് കരുതി അതൊരു തരത്തിലും ഗണേശനെ ബാധിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ. അങ്ങ് തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ വിജയണ്ണനെ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. പക്ഷെ ഇവിടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയത്തിലുള്ളവരും അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലുള്ളവരുമെല്ലാം ചെറ്റകളാണെന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ്. അതിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും പെണ്ണുപിടിയന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ രണ്ട് ഫീൽഡിൽ നിന്ന് തന്നെ എത്രയോ പെണ്ണ് കേസുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു അല്ലെ. ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ കുറെ ചർച്ച ചെയ്ത് ഇത്തരം സംഭവങ്ങളൊന്നും ആളുകൾക്ക് പുത്തരില്ലാണ്ടായി മാറിക്കഴിഞ്ഞു. എന്താ വീതം, എന്ത് പെണ്ണുപിടി, എല്ലാവരും കണക്കന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനങ്ങളൊന്നും ഇത് അധികം മൈൻഡ് ചെയ്യാനും പോടില്ല. ആയതിനാൽ തന്നെ ഭാര്യയുടെ ഗണേശണ്ണനെതിരെയുള്ള ഈ അവേദ ആരോപണം ഗണേശ് അണ്ണന്റെ രാഷ്ട്രീയ ഭാവിയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അണ്ണൻ ഇനിയും അണ്ണന്റെ മണ്ഡലത്തിൽ ജയിച്ചു കയറും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അണ്ണൻ ബാക്കി പറഞ്ഞാട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ പലരും ആസ്വദിക്കുന്നില്ലേ? എന്താ ചിരിയില്ലേ? ആള് പ്രണയത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഓവർ വർണ്ണിക്കല്ല അണ്ണ. നിങ്ങൾക്കുള്ളത് പ്രണയമല്ല, അവിഹിതമാണ്. രണ്ട് ജേണറാണ്. രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊഴിക്കാൻ നോക്കല്ല എണ്ണ. അതുകൊണ്ട് അവിഹിതം എന്ന് പറഞ്ഞാൽ മതി, ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അവിഹിതത്തിന് പ്രണയത്തിന് വർണ്ണന കൊടുത്തിട്ട് ആ വാക്കിനെ അങ്ങ് കളങ്കപ്പെടുത്താതെ എണ്ണ. സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കും അവിഹിതത്തിന് പോയിട്ട് ആശാൻ അതിന് വർണ്ണന നൽകാൻ ഇറങ്ങിക്കുവാണ്. കഷ്ടമല്ലാണ്ട് എന്താ നിനക്ക് പറയാ? ബാക്കി പറഞ്ഞാലും എന്തിനാ ഈ മനസ്സിലാകുന്ന ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? അതെ, എന്താണ് ഒരാളുടെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അല്ലേ ഗണേശണ്ണ? ഈ നിലപാടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലല്ലോ. അന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അണ്ണ. ബാക്കി പറഞ്ഞാലും ഒരാൾ മദ്യപിക്കുന്നു രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ? അതെ, അതേപോലെ തന്നെ ഒരാൾ പെണ്ണ് പിടിക്കാനും പോകും, അതും അയാളുടെ സൗകര്യമായിരിക്കും അല്ലേ അണ്ണ? ഈ ന്യായീകരിച്ച് അണ്ണൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? സ്വയം നാറാന്നല്ല അണ്ണൻ ഇതിന് പ്രത്യേകിച്ച് ഓണുന്നുണ്ടാവാൻ പോകുന്നില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും പിന്നെന്താ അതിനെന്താ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്താ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എൻ്റെ വോട്ട് കൂടും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗരമാണ്, ഒരു SC നഗരമാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അതെ, നിങ്ങൾ മറ്റേ തിരിച്ച് ഗണേഷ് കുമാർ അളക്കാൻ നിൽക്കണ്ട. നിങ്ങൾ രാഷ്ട്രീയ കുപ്പായത്തിലെ ഗണേഷ് കുമാർ നടന്നാൽ മതി അല്ലേ ഗണേശ് അണ്ണ? എന്തായാലും അണ്ണൻ ന്യായീകരിച്ച് എങ്ങോട്ടോ പോകുന്നുണ്ട്. കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും അണ്ണന്റെ കൂടെ നിൽക്കാനും അണ്ണനെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാരുള്ളിടത്തോളം കാലം ഇതൊന്നും അണ്ണന്റെ രോമത്തിൽ പോലും തടാൻ പോണില്ല. അത് വേറെ കാര്യം. എന്തായാലും ഇത് കേരളം ആയതുകൊണ്ട് അണ്ണൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വേറെ എവിടെയെങ്കിലും ആവണം. അണ്ണൻ ഇതുപോലെ ഞെളിഞ്ഞ് ഇന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്തായാലും കൊള്ളാം. പ്രത്യേകിച്ച് ഞാനിവിടെ ഇനിയൊന്നും പറയുന്നില്ല. ഇനിയും ഗണേശണ്ണന്റെ വിവാലയിൽ ആരും വീഴാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.